ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരവും മഹത്വമായ ഒരു സൃഷ്ടിയുടെ മുമ്പിലാണ് ഇന്ന് നാം നിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഡൽഹിയിലെ കുത്തുബ് മിനാർ എന്ന മഹാവിസ്മയമാണ്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാരമാണ് കുത്തുബ് മിനാർ. ഇന്തോ ഇസ്ലാമിക് വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഗോപുരം. ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ കുത്തുബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തുബ് മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട്. 75.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിന് മുകളിലേക്ക് കയറുന്നതിന് 399 പടികളാണുള്ളത്. 5 നിലകളുള്ള ഇതിൻ്റെ താഴെത്തട്ടിൻ്റെ വ്യാസം 14.3 മീറ്ററും മുകളിലെ നിലയുടെ വ്യാസം 2.75 മീറ്ററുമാണ്. ഇങ്ങനെ നാം ഈ കുത്തുബ് മിനാറിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കയറുമ്പോൾ സ്കൂൾ കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ഒരു വലിയ സംഘം കൂടി നമ്മോടൊപ്പം ഈ കുത്തുബ് മിനാറിൻ്റെ കൗതുക കാഴ്ചകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുത്തുബ് മിനാറിൻ്റെ ചരിത്രത്തെപ്പറ്റിയും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയും ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് ആയിരുന്നു ഈ മിനാറിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത്. സുൽത്താൻ ഇൽതുമിഷ് 1229 മറ്റ് 4 നിലകളുടെ പണി പൂർത്തീകരിച്ചു. ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന ഖുത്ബുദ്ദീൻ ഈ ഗോപുരം നിർമ്മിച്ചത്. കുത്തുബ് മിനാറിൻ്റെ രീതിയിൽ 8 കോണുകളും 8 ചാപങ്ങളുടെയും രീതിയിലുള്ള അസ്ഥിവാര വാസ്തുശൈലിയുടെ മാതൃകകൾ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും കാണാൻ സാധിക്കും. ഈ ശൈലിയുടെ ഒരു ആദ്യകാല ഉദാഹരണം ഇറാനിലെ സിസ്താനിൽ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഖ്വാജ സിയ പുഷ് എന്ന സ്ഥലത്ത് 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇഷ്ടിക കൊണ്ടുള്ള ഒരു മിനാറിൻ്റെ അവശിഷ്ടം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു ചതുര കിലോമീറ്റർ വിസ്തീർണതയുള്ള ഒരു മധ്യകാല ആവാസ കേന്ദ്രത്തിനുമേൽ ഉയർന്നിട്ടുള്ള ഈ മിനാരം കുത്തുബ് മിനാറിൻ്റെ അതേ അസ്ഥിവാര രൂപരേഖ പങ്കുവയ്ക്കുന്നു. ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ദില്ലി സുൽത്താൻമാരായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്ത് മിനാരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുകയുണ്ടായി. 1326 മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് കുത്തുബ് മിനാറിന് ഇടിമിന്നൽ ഏൽക്കുകയും അത് കേടുപാട് തീർത്തതായും പഴയകാല രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 1368 ഇടിമിന്നലിൽ ഉണ്ടായ കേടുപാടുകൾ തീർത്ത് ഫിറോസ് ഷാ തുഗ്ലക് ആണ് മുകളിൽ കാണുന്ന മാർബിൾ പാളികൾ പതിച്ചത് എന്നും രേഖകളിൽ കാണുന്നുണ്ട്. ഖുത്ബുദ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെ 2 നിലകളൊഴികെ മറ്റെല്ലാ നിലകളും ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലെ 2 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക് വെണ്ണക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കുത്തുബ് മിനാറിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഖുവത്തുൽ ഇസ്ലാം മോസ്ക് വലുതാക്കി പണിത അലാവുദ്ദീൻ ഖിൽജി അതിലേക്ക് തെക്ക് വശത്തു നിന്നും പ്രവേശിക്കുന്നതിനായി പണിത കവാടമാണ് അലൈ ദർവാസ. ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പകലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിൽ ഒന്നായി 1311
ഖിൽജി ഇത് പണിതത്. മോസ്കിനൊപ്പം ഖിൽജി പണിയാൻ ഉദ്ദേശിച്ച വലിയ ഗോപുരമായ അലൈ മിനാർ എന്നാൽ പണി പൂർത്തീകരിക്കാൻ ആയില്ല. 1980 വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 25 കുട്ടികൾ മിനാറിനുള്ളിൽ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മിനാറിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിക്കുന്നില്ല. അതിനു മുമ്പ് ഇവിടെ മിനാറിന് മുകളിൽ നിന്ന് ചാടി പലരും ജീവനൊടുക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ നാം മിനാരത്തിനുള്ളിലൂടെ നടന്ന് മിനാരത്തിലെ അത്ഭുതകരമായ കാഴ്ചകളും ഈ സമുച്ചയത്തിലെ മറ്റ് വിസ്മയിപ്പിക്കുന്ന പല കാഴ്ചകളും കണ്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇതിൻ്റെ സൃഷ്ടികർത്താവ് കൂടിയായ ഒരു അടിമയെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, ഇൽത്തുമിഷ്, ഇന്ത്യ ഭരിച്ച അടിമ വംശത്തിലെ സുൽത്താനായ ഇൽത്തുമിഷ് തന്നെയാണ്. തുർക്കിസ്ഥാനിലെ ഇൽബരി ഗോത്രത്തിൽപ്പെട്ട ഈലം ഖാനാണ് ഇൽത്തുമിഷിൻ്റെ പിതാവ്. ഗോത്രത്തലവനായ പിതാവിൻ്റെ മറ്റു മക്കളേക്കാൾ ബുദ്ധിമാനും സുന്ദരനുമായിരുന്നു ഇൽത്തുമിഷ്. അസൂയ കാരണം മറ്റു സഹോദരങ്ങൾ ഇദ്ദേഹത്തെ അടിമയാക്കി ഒരു വ്യാപാരിക്ക് വിറ്റു. പലതവണ കൈമാറി ഡൽഹി സുൽത്താനായ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കയ്യിൽ എത്തപ്പെട്ടു ഈ അടിമ. ഇൽത്തുമിഷിൻ്റെ ബുദ്ധിപാടവത്തിൽ മതിപ്പ് തോന്നിയ ഖുത്ബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തെ ബദായൂനിലെ ഗവർണറാക്കുകയും തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഐബക്കിൻ്റെ മരണശേഷം ഡൽഹിയിലെ പ്രഭുക്കന്മാർ അദ്ദേഹത്തിൻ്റെ മകൻ ആരം ഷായെ സുൽത്താനായി വാഴിച്ചു. എന്നാൽ ഭരണപാഠവുമില്ലാത്ത ആഡംബരപ്രിയനായ ആരം ഷായ്ക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. 1211 ആരം ഷായും ഇൽത്തുമിഷും യമുനയുടെ തീരത്ത് വെച്ച് ഏറ്റുമുട്ടി. യുദ്ധത്തിൽ വിജയിച്ച ഇൽത്തുമിഷ് അടിമ വംശത്തിൻ്റെ രണ്ടാമത്തെ സുൽത്താനായി അധികാരമേറ്റു. ദില്ലിയിലെ വിഖ്യാതമായ കുത്തുബ് മിനാർ പണികഴിപ്പിച്ചത് ഇതേ അടിമയായ ഇൽത്തുമിഷും ആണ്. അങ്ങനെ ഈ ലോക മഹാത്ഭുതമായ കുത്തുബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഖ്യാതിയും ഇതേ ഇൽത്തുമിഷിന് തന്നെയാണ്. ഇങ്ങനെ ഈ ലോകാത്ഭുതം കണ്ടുകൊണ്ട് നാം ഇതിനുള്ളിൽ ചുറ്റിക്കറങ്ങി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്.